ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ്ങിനായി ഉപയോക്താക്കൾ ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ വൻതോതിൽ എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇതോടെ ഗ്യാസ് കണക്ഷൻ ഉള്ളവർ അറിയുന്നതിനായി ഗ്യാസ് വിതരണ കമ്പനികളിൽ നിന്ന് വന്ന അറിയിപ്പുകളാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. LPG ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കൈവശം തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നതിനായി നിർദ്ദേശിച്ച ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഗ്യാസ് EKYC ഗ്യാസ് വിതരണ ഏജൻസികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് മസ്റ്ററിംഗ് ഉടനെ ചെയ്തില്ലെങ്കിൽ സിലിണ്ടർ ലഭിക്കില്ല, ഇനി മുതൽ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ രീതിയിലുള്ള പ്രചരണങ്ങൾ വ്യാപിച്ചതോടെയാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള ആളുകളുടെ തിരക്ക് ഗ്യാസ് ഏജൻസികളിൽ വർദ്ധിച്ചത്. എന്നാൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് തിരക്കിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. കാരണം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്തു തീർക്കേണ്ട ഒരു അവസാന തീയതി കേന്ദ്ര സർക്കാർ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. അഥവാ പ്രഖ്യാപിച്ചാൽ 2 അല്ലെങ്കിൽ 3 മാസത്തെ കാലാവധി നൽകിക്കൊണ്ടായിരിക്കും കേന്ദ്ര സർക്കാർ ഗ്യാസ് മസ്റ്ററിങ്ങിനായി അവസാന തീയതി പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ ഗ്യാസ് മസ്റ്ററിംഗ് തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നറിയിച്ചിരിക്കുകയാണ് ഗ്യാസ് വിതരണ കമ്പനികൾ. ഗ്യാസ് ഏജൻസികളിൽ ബയോമെട്രിക് മസ്റ്ററിങ്ങിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് ഇതിനായി കയ്യിൽ കരുതേണ്ടത്. ഗ്യാസ് കണക്ഷൻ എടുത്ത അവശർക്കും മുതിർന്ന പൗരന്മാരുടെയും വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിന് സിലിണ്ടർ വിതരണം ചെയ്യുന്നവർക്ക് ചില ഗ്യാസ് ഏജൻസികൾ പരിശീലനം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഗ്യാസ് ഏജൻസികളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത അവശരും മുതിർന്ന പൗരന്മാരും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ ഈ രീതിയിൽ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്ന സൗകര്യം നൽകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. രണ്ടാമതായി, ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യേണ്ട വ്യക്തി വിദേശത്തോ അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ വരാൻ കഴിയാത്ത സാഹചര്യത്തിലോ ആണെങ്കിൽ അതേ റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റുക. തുടർന്ന് പുതിയ കണക്ഷൻ എടുത്ത കുടുംബാംഗത്തിന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. ഇതിനായി റേഷൻ കാർഡ് കൂടി കയ്യിൽ കരുതണം. നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി ബയോമെട്രിക് സംവിധാനം വഴി വിരലടയാളം അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പതിക്കണം. ഉപഭോക്താവ് LPG കണക്ഷനായി രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് EKYC അപ്ഡേറ്റ് ചെയ്തത് സംബന്ധിച്ച സന്ദേശം എത്തുന്നതോടെ നടപടികൾ പൂർത്തിയാകും. ഇനി ഗ്യാസ് ഏജൻസിയിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന സ്മാർട്ട് ഫോൺ വഴിയും പാചകവാതക കമ്പനിയുടെ മൊബൈൽ ആപ്പ്, ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഉപയോഗിച്ച് ഓൺലൈനായി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ്ങും ചെയ്യാവുന്നതാണ്. നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാതെ മസ്റ്ററിംഗ് നടക്കില്ല എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ തന്നെ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സിലിണ്ടർ ലഭിക്കുന്നതിന് തടസ്സം വരികയില്ല. കേന്ദ്ര സർക്കാർ എല്ലാവർക്കും മസ്റ്ററിംഗ് ചെയ്ത് തീർക്കുന്നതിനുള്ള സമയം കൂടി പരിഗണിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് ചെയ്ത് തീർക്കുന്നതിനുള്ള അവസാന തീയതി പ്രഖ്യാപിക്കുകയുള്ളൂ. അതിനാൽ തിരക്ക് കൂടാതെ നിങ്ങളുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് ഏജൻസികളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് ഫോൺ വഴിയും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്